എല്ലാവർക്കും നമസ്കാരം. കടലക്കടലാസിൻ്റെ രാമായണ പരമ്പരയിലേക്ക് സ്വാഗതം. രാമായണം എന്ന മഹത്തായ ഇതിഹാസത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ രാമായണ കഥകൾ ലളിതമായ ശീലുകളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കൃതിയാണ് മുത്തശ്ശി രാമായണം. മുത്തശ്ശി കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന രീതിയിലാണ് രാമായണത്തിലെ ഓരോ കാണ്ഡത്തിലെയും കഥകൾ കോർത്തിണക്കി അവതരിപ്പിച്ചിട്ടുള്ളത്. കഥകൾ കവിതയോ പാട്ടോ രൂപത്തിൽ പഠിക്കുമ്പോൾ അത് കൂടുതൽ ഹൃദിസ്ഥമാകും. അത്തരത്തിൽ കുട്ടികൾക്ക് ചൊല്ലി പഠിക്കുവാനും മുതിർന്നവർക്ക് ചൊല്ലിക്കൊടുക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് മുത്തശ്ശി രാമായണം എഴുതിയിട്ടുള്ളത്. പ്രമുഖ ആത്മീയ പണ്ഡിതനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായിരുന്ന ശ്രീ പട്ടയിൽ പ്രഭാകരനാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. രാമായണത്തിലെ പ്രഥമ കാണ്ഡമാണ് ബാലകാണ്ഡം. ശ്രീരാമൻ്റെ ജനനം മുതൽ സീതാദേവിയെ സ്വയംവരം ചെയ്ത് അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നത് വരെയുള്ള സംഭവങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. ധർമ്മനിഷ്ഠ, ഭക്തി, ആത്മാർത്ഥമായ പശ്ചാത്താപം, തിന്മയുടെ മേൽ നന്മയുടെ വിജയം തുടങ്ങിയ പാഠങ്ങളാണ് ബാലകാണ്ഡത്തിലൂടെ നാം പഠിക്കുന്നത്. നമുക്ക് ചൊല്ലാം മുത്തശ്ശി രാമായണത്തിലെ ബാലകാണ്ഡം. വെറ്റിലച്ചെല്ലമെടുത്തു വെച്ചു മുത്തശ്ശിയൊന്നു മുറുക്കി, കണ്ണടച്ചൊന്നു ജപിച്ചു പിന്നെ മുത്തശ്ശി പാടിത്തുടങ്ങി. രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയ രാമ. പണ്ടു ദശരഥ മന്നൻ മക്കൾ ഇല്ലാതെ ദുഃഖിച്ച കാലം, പുത്രകാമേഷ്ടി നടത്തി മക്കൾ ഉണ്ടായി 4 പേരപ്പോൾ. മുത്തശ്ശിയുള്ളം തെളിഞ്ഞു ചൊല്ലി രാമ ഹരേ ജയ രാമ. രാമനെ പെറ്റു കൗസല്യ, കൈകേയിക്കു പിറന്നു ഭരതൻ. ലക്ഷ്മണ ശത്രുഘ്നരല്ലോ സുമിത്രയ്ക്കുള്ള 2 സുതന്മാർ. മുത്തശ്ശി കോരിത്തരിച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ. മക്കളിൽ മൂത്തവൻ രാമൻ, സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരം. ലക്ഷ്മി ഭഗവതിയല്ലോ ജനകാത്മജയാകിയ സീത. മുത്തശ്ശി കൈയിണ കുപ്പി ചൊല്ലി രാമ ഹരേ ജയ രാമ. ബാലകനാകിയ രാമൻ ബലവാനെന്നൊരിക്കലറിഞ്ഞു. രാക്ഷസന്മാരെ അകറ്റി യാഗരക്ഷയും ചെയ്തു മുനിക്കായി. മുത്തശ്ശി അത്ഭുതത്തോടെ ചൊല്ലി രാമ ഹരേ ജയ രാമ. താടകയെ കൊല ചെയ്തു ജനകാലയത്തിങ്കൽ അണഞ്ഞു. വമ്പിച്ച വില്ലു കുലച്ചു രാമചന്ദ്രനും സീതയെ വിട്ടു. മുത്തശ്ശിയൊന്നു നിവർന്നു ചൊല്ലി രാമ ഹരേ ജയ രാമ. മറ്റൊരു വില്ലുമായെത്തി മാർഗ മധ്യത്തിൽ ഭാർഗവരാമൻ. ആ വില്ലു വാങ്ങിക്കുലച്ചു രാമൻ ആ മുനി ദർപ്പമടക്കി. മുത്തശ്ശി കോരിത്തരിച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ.
ബാലകാണ്ഡം കഥ പാടി മെല്ലെ മുത്തശ്ശിയൊന്നെഴുന്നേറ്റു. ബാലകന്മാരും തൊഴുതു ചൊല്ലി രാമ ഹരേ ജയ രാമ, രാമ ഹരേ ജയ രാമ. ബാലകാണ്ഡം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.